കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം അടുത്തയാഴ്ച നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്നാം ഘട്ട പട്ടികയിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എം.എസ്. ലിഷോയുണ്ട്. ലിഷോയ്, അങ്ങനെ ഈ പ്രത്യേകിച്ച് ഒരു പ്രസ്റ്റീജ് മണ്ഡലങ്ങൾ എന്ന് ബി.ജെ.പി. കണക്കാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിന് എല്ലാ തരത്തിലും ഒരുങ്ങാൻ തന്നെയാണ് നീക്കം, അല്ലേ? തീർച്ചയായും തൃശൂർ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു രീതിക്കാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ബൂത്ത് തലത്തിൽ ബി.ജെ.പി. പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇന്നലെ ബൂത്ത് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഉൾപ്പെടെയുള്ള ഒരു ബൂത്ത് ഭാരവാഹികളെ സുരേഷ് ഗോപി നേരിട്ട് പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലും പോയി കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ തൃശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഔദ്യോഗികമായി ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് കൃത്യമായി ഒരുങ്ങുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജോലികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു അടിത്തട്ടിൽ ഇതിനോടകം തന്നെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. ശരി ലിഷോയ്, അങ്ങനെ വിജയ സാധ്യതയുണ്ട് എന്ന് ബി.ജെ.പി. വിലയിരുത്തുന്ന 3 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്തയാഴ്ചയോടുകൂടി തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നതും.